ഇതും അർജുനും പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിണക്കം കുറച്ചൊക്കെ മാറ്റിയിരിക്കുകയാണ്. പഴയ പോലെ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല. എന്നിരുന്നാലും അവർ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ടും ശ്രീതു മനസ്സിലുള്ള കാര്യം എന്താണെന്ന് അർജുന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് ശ്രീതു മനസ്സിലുള്ള കാര്യം എന്താണെന്ന് അർജുന്റെ അടുത്ത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജാസ്മിനാണ്. ജാസ്മിൻ അവിടെ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അവിടെ ഇഷ്ടപ്പെടുന്നില്ല ശ്രീതുവിന്. ജാസ്മിൻ ഇപ്പോൾ ഫുൾ ടൈം അവിടെ അർജുന്റെ കൂടെയാണ്. അർജുന്റെ അടുത്ത് കമ്പനി അടിച്ച് നടക്കുന്നുണ്ട്. അർജുനും കമ്പനി അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കമ്പനി അടിക്കുന്നത് ശ്രീതുവിനെ പറ്റുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ പൊസസീവ്നെസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീതുവിന്. ശ്രീതു അതാണ് കാരണമായിട്ട് ഒന്നാമതായിട്ട് പറയുന്ന കാരണം. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, നീ പോയപ്പോൾ നിന്റെ സ്ഥാനത്തേക്ക് വേറൊരാൾ വന്നു എന്ന് നിനക്ക് തോന്നിയോ എന്ന് അർജുൻ ചോദിക്കുന്നുണ്ട്. നിന്റെ അടുത്തേക്ക് ഞാൻ ഒരുപാട് തവണ മിണ്ടാനായിട്ട് വന്നു, പക്ഷെ നീ സംസാരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. കുറേ ചളി ഞാനും പറയും, കുറേ ചളി അവൾ ഇങ്ങോട്ടും പറയും. ഒരു ബാക്ക് ബെഞ്ചേഴ്സ് ഇരുന്ന് കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കാണിക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് അവിടെ അർജുൻ പറയുന്നുണ്ട്. നീയും എന്നെ ഒറ്റപ്പെടുത്തായിരുന്നു. ഈ വീട്ടിൽ വരുന്ന പേരൻസും എന്നെ ഒറ്റപ്പെടുത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ തികച്ചും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവളും അവിടെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ടാവും. അപ്പൊ അവൾ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ തമാശ പറയും, ചിരിക്കും. അതിൽ കൂടുതലൊന്നുമില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരേ ടീമിലെ അംഗങ്ങളുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. നിന്റെ അടുത്ത് ഞാൻ ഒരുപാട് തവണ സംസാരിക്കാൻ വന്നിരുന്നു. അപ്പൊ നീ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അവൾ ജാസ്മിൻ വരുന്ന സമയത്ത് സംസാരിക്കുന്നു, അതിൽ കൂടുതലൊന്നുമില്ല എന്ന് അവിടെ പറയുന്നുണ്ട് അർജുൻ. പക്ഷേ ശ്രീതുവിന്റെ നെക്സ്റ്റ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിൽ ഒരുപാട് പേർ ഗെയിമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് എന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ആ ഗ്രൂപ്പിൽ നീയും ഇല്ലേ? അപ്പൊ നീയും എന്നെ പുറത്താക്കാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ എന്നുള്ളതാണ് അർജുനോടുള്ള ചോദ്യം. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഗ്രൂപ്പിൽ ഞാനില്ല. നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ പുറത്താക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് അർജുൻ ചോദിക്കുന്നത്. അവർ ആ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കേട്ടായിരുന്നു, അവർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പക്ഷേ ആ കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോവാറില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ് പതിവ്. എനിക്ക് നിന്നെ പുറത്താക്കണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല എന്നുള്ള കാര്യവും അർജുൻ അവിടെ പറയുന്നുണ്ട്. ശ്രീതു അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ അർജുന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ല. അവിടെ ജാസ്മിനുമായിട്ടുള്ള അടുപ്പമാണ് ശ്രീതുവിനെ കൂടുതൽ വിഷമിപ്പിച്ചത് എന്നാണ് അവിടെ ശ്രീതു പറയുന്നത്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം സോൾവ് ചെയ്തിട്ടുണ്ട്. പഴയ പോലെ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ് പഴയ പോലെ ആവുമോ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും മമ്മി പറഞ്ഞതുകൊണ്ട് തന്നെ ശ്രീതുവിനെ ആ പഴയ പോലെ ആവാനായിട്ട് കഴിയില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, അത്രയേ ഉള്ളൂ. എന്തായാലും അവരവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് പരസ്പരം കാണുന്നതെന്ന് അവരെ രണ്ടുപേരെയും സംസാരം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അർജുൻ പറയുന്നുണ്ട്, ഈ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കളയാനായിട്ട് താല്പര്യമില്ല. എനിക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര വേണമെങ്കിലും നിന്റെ പുറകെ വന്ന് ആ ഫ്രണ്ട്ഷിപ്പ് കൂടാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു. അതല്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, നിന്റെ ഭാവിക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് നീ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു പോകാനും തയ്യാറാണ്. അല്ലാതെ നിന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു ഫ്രണ്ടായിട്ട് തുടരാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യവും അർജുൻ അവിടെ പറയുന്നുണ്ട്.